രാഷ്ട്രീയ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയിലായാലും ഒരാൾ ഉയർന്നു വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അതായത് ഒരുപാട് ആൾക്കാർ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിലും അതിൽ ഭാഗ്യം കൊണ്ടോ കഴിവുകൊണ്ടോ ഒക്കെ ഓരോരുത്തർ വളരെ മുന്നിലേക്ക് ചിലപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് എത്തുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ കാര്യമാണ്. കാര്യം ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു കിങ് മേക്കർ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ പറയാൻ പറ്റും. കാര്യം അത്രയും വലിയ രീതിയിലേക്കുള്ള ഒരു വളർച്ചയാണ് ഷാഫി പറമ്പിലിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മളിങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ കണക്ക്, കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, അത് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിലുണ്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്. കാര്യം പല നേതാക്കന്മാരും നമ്മൾ പറയുന്ന കണക്ക് പണ്ട് ഒരു സിനിമയെ പറഞ്ഞ കണക്ക് വാടാ നേതാവും പോടാ നേതാവും എന്ന് പറഞ്ഞ രീതിയിൽ, വാടാ നേതാവ് എന്ന് പറഞ്ഞത് പോടാ നേതാവ് എന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഏത് നേതാക്കൾ എവിടെയെങ്കിലും മാറിയിരിക്കുകയും അണികളെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലത്തിലേക്ക് പറഞ്ഞു വിടുകയും തല്ലുകൊള്ളിക്കുകയും നേതാക്കന്മാരെപ്പോഴും ചെയ്യുന്ന രീതിയിൽ പോടാ നേതാവും വാടാ നേതാവും എന്ന് നമ്മൾ പറയുന്നത് ആ സിനിമയ്ക്കകത്ത് തന്നെ പറയുന്ന കണക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തകരോടൊപ്പം, അതായത് അണികളോടൊപ്പം മുന്നിൽ നിന്നുകൊണ്ട് ഒരു പ്രശ്നത്തിനെ നേരിടാനുള്ള ഇറങ്ങുന്ന ഒരാളെ നമുക്ക് വാടാ നേതാവെന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് പ്രവർത്തകരെ പോലീസിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷിക്കുകയും പ്രവർത്തകരോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഷാഫി പറമ്പിലിനെ. പക്ഷേ അദ്ദേഹം പൊതുവായിട്ട് സോഷ്യൽ മീഡിയയിലായാലും മറ്റ് രംഗങ്ങളിലായാലും നമുക്കറിയാം ഒരു വളരെ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. കാര്യം അദ്ദേഹം അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എപ്പോഴും ഒന്നും കാണാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ആവശ്യഘട്ടങ്ങളിൽ മാത്രം പ്രവർത്തകർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ഉച്ചത്തിൽ അല്ലെങ്കിൽ ഉറക്കെ ചിലപ്പം ഒരു രൗദ്രഭാവത്തിലൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് കണ്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്താണ്. അതായത് മറ്റു പല പേരുകളോടെ പറഞ്ഞു കേട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത് തന്നെ ഷാഫി പറമ്പിലിൻ്റെ ഒരൊറ്റ നിർബന്ധ ബുദ്ധിയാണ്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു തീരുമാനമാണ്. അതിനോടൊപ്പം ഹൈക്കമാൻഡ് അതിനൊരു സമ്മതം മൂളിയും കൂടെ ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. പക്ഷേ ഈ പറയുന്ന നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരുപാട് സ്വകാര്യ ചാനലുകളും മറ്റ് പത്രമാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന് അവിടെ വലിയ സാധ്യത ഇല്ലാതിരുന്ന രീതിയിലാണ് അത്തരത്തിലുള്ള വന്നത്. പക്ഷേ എന്നിട്ടും ഷാഫി പറമ്പിലിനൊപ്പം പാലക്കാട് നിന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയത്തോടുകൂടി പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ തീരുമാനമാണ് ശരിയെന്ന് അവിടുത്തെ വോട്ടർമാർ തെളിയിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അടുത്ത നിലമ്പൂരാണ്. നിലമ്പൂർ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് അവിടെ PV അൻവർ രാജിവെച്ച ഒഴിവിൽ CPI സ്ഥാനാർത്ഥിയായിരുന്ന, അതായത് LDFനോടൊപ്പം നിന്നിരുന്ന PV അൻവർ രാജിവെച്ച ഒഴിവിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ്. ശരിക്കും ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണമായിരുന്നോ അല്ലെങ്കിൽ വേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ഇതൊരു മെയ് മാസമായി കഷ്ടിച്ചേതാണ്ട് ഒരു 11 മാസം അല്ലെങ്കിൽ 10 മാസം മാത്രം ബാക്കി ഈ സർക്കാരിന് അല്ലെങ്കിൽ ഈ ഒരു കാലയളവിനുള്ളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. പക്ഷെ എന്നാലും ശരി, അത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കാര്യം ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. പലരും ജോയി ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും ഷാഫി പറമ്പിൽ ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് ഷാഫി പറമ്പിലിൻ്റെ തീരുമാനമായിരുന്നെന്നുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ തൊട്ട് നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അവിടെ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ അവിടെ ജോയി സ്ഥാനാർത്ഥിയാവണമെന്നും ആര്യാടൻ ഷൗക്കത്തിനെ ഒരു തരത്തിലും അംഗീകരിക്കത്തില്ല എന്നുള്ള സ്റ്റാൻഡിലാണ്. അതായത് മുൻ CPI നേതാവും നിലമ്പൂർ MLA ആയിട്ടുള്ള PV അൻവറിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ആര്യാടൻ ഷൗക്കത്തിന് നിൽക്കുകയാണെങ്കിൽ PV അൻവർ അവിടെ ഒരു വിമതനായിട്ട് മത്സരിക്കും. വിമതൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലവിലുള്ള പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ടായിരിക്കും ഒരു പക്ഷേ അതിൽ നിന്ന് പോകാൻ സാധ്യത എന്നുള്ള രീതിയിൽ അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള രീതിയിൽ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള താക്കീതുകൾ മൊത്തം കോൺഗ്രസ് ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അതൊന്നും കേട്ടില്ല. ഇപ്പോൾ VD സതീശൻ തന്നെ പറഞ്ഞ കണക്ക് കാര്യം ആര്യാടൻ ഷൗക്കത്ത് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവും. അൻവറിൻ്റെ ഭീഷണികളൊന്നും വിലപ്പോകത്തില്ല. അൻവറിന് വേണമെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാം അല്ലെങ്കിൽ പ്രവർത്തിക്കാമെന്നുള്ള രീതിയിലൊക്കെ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് ഒരിക്കൽ കൂടി ഷാഫി പറമ്പിലിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ജോയി വേണ്ട, മറിച്ച് ആര്യാടൻ ഷൗക്കത്ത്
തന്നെ അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവണം എന്നുള്ള കാര്യം ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു പക്ഷേ കാണാൻ പോകുന്നത് പാലക്കാട് കണ്ട ഷാഫി പറമ്പിലിൻ്റെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കിങ് മേക്കർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വലിയ വിജയമായിരിക്കാം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാൻ സാധ്യത. അത്തരത്തിലുള്ളൊരു വിജയം എനിക്ക് തോന്നുന്നു ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയാൽ ഷാഫി പറമ്പിലിനെ തൊടാൻ പോലും കോൺഗ്രസ് പാർട്ടിയിലെ മറ്റേതെങ്കിലും ഒരു നേതാക്കൾക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. കാര്യം അത്രയും വലിയൊരു വളർച്ചയിലേക്കാണ് ഷാഫി പറമ്പിൽ പോകുന്നത്. ഇപ്പം തന്നെ കോൺഗ്രസിൻ്റെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ. അധികം താമസിക്കാതെ നമുക്കറിയാം പാർട്ടി നേതൃത്വത്തിലേക്ക് അദ്ദേഹം വരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഭാവിയിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്ന സമയത്ത്, ഭാവിയിലാണ് ഞാൻ പറയുന്നത്, അടുത്ത പ്രാവശ്യം അങ്ങനെയൊന്നുമല്ല, ഷാഫി പറമ്പിലിനെ ഒരുപക്ഷെ നമുക്ക് കേരള മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് തന്നെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ഉടനെയൊന്നുമല്ല, കാലം കഴിഞ്ഞു പോകും തോറും ഷാഫി പറമ്പിൽ ആ രീതിയിലുള്ള ഒരു വളർച്ച നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെയും അല്ലെങ്കിൽ ആ വ്യക്തിയെയും എനിക്ക് തോന്നുന്നു കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ നോക്കാതെ പാർട്ടി വ്യത്യാസമൊന്നും ഇല്ലാതെ നമ്മൾ നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരു പാർട്ടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഷാഫി പറമ്പിൽ എന്നൊരു നേതാവിനെയും ഒരു വ്യക്തിയെയും എനിക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ച കൂടുതൽ ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.